ഇന്ന് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫിഷ് കട്ട് ഗൗണിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കാട്ടോ. ഇതിൽ പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് വേണ്ടത് 57 ഇഞ്ചാണ്. അതായത് ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് ഷോൾഡറിൻ്റെ അവിടുന്ന് തൊട്ടിട്ട് ഫ്ലോർ ലെങ്ത്ത് വരെയുള്ള ലെങ്ത്ത് നമുക്ക് 57 ഇഞ്ചാണ് വേണ്ടത്. ആ 57 ഇഞ്ചിന്ന് നമ്മൾ കസ്റ്റമറെ അളവെടുക്കുമ്പോൾ നീ ലെങ്ത്ത് എത്രയാണ് വരുന്നത് നോക്കാം. മുട്ടിൻ്റെ അതുവരെയുള്ള ലെങ്ത്ത് എത്രയാണോ ആ അളവ് എടുക്കുക. അപ്പോൾ ഈ കസ്റ്റമറെ അളവിൽ നമുക്ക് 35.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൽ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 36 ഇഞ്ച് നമുക്ക് മുകളിലെടുക്കാം. അതിൻ്റെ ശേഷം ആ താഴ്ഭാഗത്തെ ലെങ്ത്ത് 57 ഇഞ്ചിൽ നിന്ന് ഈ 35.5 ഇഞ്ച് കുറച്ചിട്ട് താഴത്തേക്ക് വരുന്ന ലെങ്ത്ത് ഉണ്ടല്ലോ അത് ഒരു 21.5 ഇഞ്ചാണ് നമുക്ക് താഴത്ത് വിടർന്ന് നിൽക്കുന്ന ഭാഗം, ഈ ഫ്ലെയർഡായിട്ട് നിൽക്കുന്ന ഭാഗത്ത് 21.5 ഇഞ്ചാണ് വേണ്ടത്. അതിൽ കൂടെ നമുക്ക് 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് എടുത്താലേ ഈ 21.5 ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 24.5 ഇഞ്ചിൽ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയർഡായിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന രീതിയിലാണ് മുകൾ ഭാഗത്തെ കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഫിഷ് കട്ട് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് മുകളിൽ നിന്ന് കറക്റ്റ് നമ്മളെ മുട്ടിൻ്റെ അതുവരെ വന്ന് നിൽക്കുന്ന രീതിയിൽ കൊടുക്കുക. ഈ താഴ്ഭാഗത്ത് ഈ വിടർന്ന് നിൽക്കുന്ന ഫ്ലെയർഡായിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് നെറ്റിൻ്റെ ഒരു ക്ലോത്ത്, പിന്നെ സ്റ്റിഫ് നെറ്റ് വരുന്നുണ്ട്, സാറ്റിൻ്റെ ഒരു ക്ലോത്ത് വരുന്നുണ്ട്, ഒരു കോട്ടൺ വരുന്നുണ്ട്. അങ്ങനെ നാല് മെറ്റീരിയൽ അടിഭാഗത്ത് നമുക്ക് ഫ്ലെയർഡായിട്ട് കിട്ടും. മുകൾ ഭാഗത്ത് കറക്റ്റ് നമ്മളെ ഷേപ്പിൽ ഒരു ഫിഷ് കട്ട് എന്ന് പറയുന്നത് തന്നെ മുകളിൽ അത്രയും ഷേപ്പായിട്ട് നിൽക്കുന്ന ഡ്രസ്സാകൊണ്ടാണ്. അപ്പോൾ മുകളിൽ നമ്മൾ കൊടുക്കുന്നത് എലൈൻ കട്ടിങ് ആണ് കേട്ടോ. നോർമലി എലൈൻ കട്ടിങ് കൊടുക്കുക. നമ്മളൊരു 9.5 ഇഞ്ചിലൊക്കെ 2 ടക്ക് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ ലെങ്ത്ത് ഷോൾഡറിൻ്റെ അവിടുന്ന് മുട്ട് വരെയുള്ള ലെങ്ത്താണ് 35.5 ഇഞ്ച് നീ ലെങ്ത്ത് എന്ന് പറയുന്നത്. സ്ലീവ് പിന്നെ ഓരോരുത്തരും അവനാന് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ലോത്തിനനുസരിച്ച് ഹാഫ് സ്ലീവിൽ പഫ് വെച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന ക്ലോത്ത് ജസ്റ്റ് ആ സ്ലീവിൻ്റെ അവിടുന്ന് ഒരു സൈഡ് ഓപ്പൺ പോലെ കൊടുത്തിട്ട് ഫുൾ ലെങ്ത്തിൽ 2 കൈയിൻ്റെ അവിടുന്ന് താഴ്ന്ന് നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്ലീവാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്ലോത്തും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൽ മെയിൻ ക്ലോത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് 300 രൂപ മീറ്ററിന് വരുന്ന ഒരു ക്ലോത്താട്ടോ. 2 മീറ്ററാണ് മുകളിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ക്ലോത്ത്, പിന്നെ നോർമൽ നെറ്റ് ഒരു 3.5 മീറ്റർ, പിന്നെ തിളക്കുള്ളൊരു നെറ്റ് ഉണ്ടല്ലോ അത് 3.5, പിന്നെ സാറ്റിൻ്റെ ക്ലോത്ത് ഒരു 3 മീറ്റർ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ സാറ്റിൻ്റെ ക്ലോത്താണ് നമ്മൾ ഉള്ളിലുള്ള ലൈനിങ് ക്ലോത്തായിട്ട് എടുത്തിട്ടുള്ളത്. ക്രൈപ്പിന് ഒന്നുകിൽ ക്രൈപ്പ് എടുക്കുക അല്ലെങ്കിൽ സാറ്റിന് എടുക്കുക. ഇതിൽ ക്രൈപ്പ് ആയാലും കുഴപ്പമില്ല, പുറത്തേക്ക് കാണാത്തതുകൊണ്ട്. എന്നാൽ അടിഭാഗത്ത് നെറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് സാറ്റിന് വേണേനും എന്നാലേ തിളക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 35.5 ഇഞ്ചിൽ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 36.5 ഇഞ്ചിൽ സാധാരണ പോലെ നമ്മൾ ഷോൾഡറും ആംഹോളും ചെസ്റ്റും വേസ്റ്റും ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിലൊരു 9.5 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്തിട്ട് താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 സൈഡിൽ നിന്ന് 4 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ ടക്കിട്ട് കൊടുക്കുക. ഫ്രണ്ടിൽ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്താൽ മറ്റേ ഭാഗത്തേക്കും അതുപോലെ എടുക്കുക. അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ആ ഭാഗം തന്നെ നമുക്കൊന്ന് മറിച്ചിടാം. എന്നിട്ട് ആ ഭാഗത്തൊന്ന് അയൺ ചെയ്തെടുത്താൽ അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ക്ലോത്ത് വേസ്റ്റ് ആകാതെ ഇതുപോലെ ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വരുന്ന ക്ലോത്തിൽ എവിടെയാണോ നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത് ശരിയായിട്ട് കറക്റ്റായിട്ട് കൊള്ളണേ അതുപോലെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം മെയിൻ ക്ലോത്ത് ഇതേപോലെ നമുക്ക് വേണ്ട വീതിയിൽ മാത്രം ആദ്യം മടക്കിയിടുക. അതിൻ്റെ മുകളിൽ നമ്മളെ സാറ്റിൻ്റെ ലൈനിങ് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ശേഷം അത് നമുക്ക് കറക്റ്റായിട്ട് ലെവലൊക്കെ ചെയ്തിട്ട് അതിൽ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തൊരു കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ കട്ടൊക്കെ മെയിൻ ക്ലോത്തിലും കൊടുക്കുക. അതുപോലെ നമുക്ക് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ക്ലോത്ത് ക്രോസ് ആയിട്ട് വരുന്നുണ്ടാവും, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ബാലൻസ് വരുന്ന ക്ലോത്ത് നമ്മൾ മറിച്ചിടുക. എന്നിട്ട് കറക്റ്റ് നമ്മളെ ലൈനിങ്ങിൽ കട്ട് ചെയ്തതിൻ്റെ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ അടിയിൽ ഒരു ക്രോസ് ആയിട്ട് വരുന്നുണ്ടാവും, അത് നമുക്കൊരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒരു 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് അത് കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം.
പിന്നെ അതിൽ തന്നെ ബാലൻസ് വരുന്ന ക്ലോത്ത്, ഇത് ഒരുപാട് റേറ്റുള്ള ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ 2 ഫ്രണ്ടിക്കും ബാക്കും കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ആകെ വരുന്ന ബാലൻസ് ക്ലോത്താണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ഒരു മോഡൽ ചെയ്യാം. ഇതിൽ സാധാരണ രീതിയിലുള്ള ഒരു സ്ലീവ് ആദ്യം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ ബാലൻസ് വരുന്ന ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ബാക്കിൽ തന്നെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പഫ് സ്ലീവ് ആക്കി എടുക്കുകയാണ് ഇതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ സ്ലീവ് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടം പോലെ വേണ്ട രീതിയിൽ നെറ്റ് കൊണ്ടാണെങ്കിൽ നെറ്റ്, ഈ ക്ലോത്ത് തന്നെയാണെങ്കിൽ ഇതുകൊണ്ടാണെങ്കിൽ ചെയ്തെടുക്കാം. ഇത് നല്ല വീതിയുള്ള ക്ലോത്ത് ആവുകൊണ്ട് നമുക്ക് 2 മീറ്റർ കൊണ്ട് ഇതിൻ്റെ അത്യാവശ്യത്തിനുള്ള ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോർമലി എടുത്തിട്ട് നമുക്ക് അറ്റത്ത് നെറ്റിൻ്റെ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഫ്രില്ല് വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ഇത് ബാലൻസ് അടിഭാഗത്തേക്ക് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതിൽ തന്നെ നമ്മൾ ഷാളിൻ്റെ അറ്റത്തൊക്കെ ജസ്റ്റ് ബാലൻസ് വരുന്ന ക്ലോത്ത് കൊണ്ട് ഇതിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് ഷാൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് വരുന്ന ബാക്കി കളയാതിരിക്കാനുള്ള ക്ലോത്ത് ഇതുപോലെ ബാക്കിൽ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളൊരു പഫ് സ്ലീവ് ഒന്നും കൂടി വീതി കൂട്ടിയിട്ട് ബാക്കിലേക്ക് നീളം മാത്രം കൂട്ടിയിട്ട് അങ്ങനെ ഒരു മോഡൽ സ്ലീവ് ആക്കിയിട്ടെടുത്തു. അപ്പോൾ സ്ലീവ് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് എടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇതിൽ ഉള്ള സ്റ്റിഫ് നെറ്റും ആ തിളക്കമുള്ള നെറ്റ് ഉണ്ടല്ലോ, ഒന്ന് ഗ്ലിറ്ററിങ് വരണേ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്റ്റിഫ് നെറ്റ് ഇങ്ങനെ 2 മടക്കായിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് 24-23.5 ഇഞ്ചോളം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ അളവിൽ ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് എത്രത്തോളം നീളം കിട്ടുമോ അത്രത്തോളം നീളം ജോയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വലിയ ഞെറിട്ടിട്ട് അടിച്ചെടുക്കുക. ആ ഞെറി നമുക്ക് ഇതുപോലെ കോട്ടൻ്റെ ലൈനിങ്ങിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ മുകളിലേക്കും 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ നെറ്റും മാക്സിമം നടുവും കട്ട് ചെയ്തിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കുക.